കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളെ കയ്യിൽ ഇപ്പോൾ കുറച്ച് വാല്യൂസ് ഉണ്ട് വിചാരിക്കുക. ഇപ്പോൾ എക്സ് വാല്യൂസും വൈ വാല്യൂസുമായിട്ട് ഇപ്പോൾ എക്സ് വാല്യൂസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 10, 20, 30, 40, 50. വൈ വാല്യൂസ് ഞാൻ എഴുതാൻ പോകുന്നത് ഇപ്പോൾ ഒരു 25, 35, 45, 55, 65 ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് കിട്ടിയത് വിചാരിക്കുക. അപ്പോൾ ഞാനിതിൻ്റെ ഒറിജിൻ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ എക്സ് വാല്യൂസും വൈ വാല്യൂസും ഉണ്ട്. അപ്പോൾ ഞാൻ എക്സ് വാല്യൂവിന് ഒറിജിൻ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂസിനെ ഞാൻ യു എന്നൊരാളായിട്ട് മാറ്റുകയാണ്, യു ഐ എന്ന് പറഞ്ഞുള്ള ഒരു വേരിയബിളായിട്ട് മാറ്റുകയാണ്. അതായത് അതിന് ഒറിജിൻ ചേഞ്ച് ചെയ്യാറാൽ എല്ലാ എക്സ് വാല്യൂസിനും ഒരു കോമൺ നമ്പർ നമ്മൾ മൈനസ് ചെയ്യും. മനസ്സിൽ നമുക്ക് 30 മൈനസ് ചെയ്യാം. എന്നിട്ട് സ്കെയിൽ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു കോമൺ വാല്യൂ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. അപ്പം എന്തായി 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്താ എൻ്റെ വാല്യൂസ് വരുന്നത്? എക്സ് മൈനസ് 30 എന്ന് പറഞ്ഞാൽ -20 ബൈ 10, ഇവിടെ -2 വരും. അതുമാതിരി 20 മൈനസ് 30 -10 ബൈ 10, അങ്ങനെ 0, 1, 2. അപ്പോൾ ഈ ഒറിജിനും സ്കെയിലും ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ പുതിയൊരു വേരിയബിളാണ് യു ഐ. ആ യു ഐ എടുക്കുന്ന വാല്യൂസ് നമ്മൾ എഴുതി. അതേമാതിരി വൈ ഐനെ നമുക്ക് ഒറിജിനും സ്കെയിലും ചേഞ്ച് ചെയ്തിട്ട് എഴുതാം. ഞാൻ വൈ ഐന്ന് ഒരു മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ് സാധാരണ നമുക്ക് എളുപ്പത്തിൽ 45 മൈനസ് ചെയ്യുന്നു. ഞാൻ പിന്നെ എല്ലാത്തിനെയും 10 കൊണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതേമാതിരി ഇവിടുത്തെ വാല്യൂസും 25 മൈനസ് 45 -20 ബൈ 10 ഇസ് -2. അപ്പോൾ വാല്യൂസ് ചുരുങ്ങി അല്ലേ. അപ്പം നമ്മൾ യുവും വി ഐ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ചെറിയ വാല്യൂസാണ്. അപ്പോൾ ഇവരെ വെച്ചിട്ട് ഞാൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുകയാണെന്ന് വിചാരിക്കുക. അപ്പം യുവും വിയുടെയും കോറിലേഷൻ കോഎഫിഷ്യന്റ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഇത് എക്സും വൈയും വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കോറിലേഷൻ കോഎഫിഷ്യന്റ് ശരിക്കും RXY എന്ന് എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ ഇവരെ വെച്ചിട്ട് നേരത്തെയൊക്കെ ചെയ്ത മാതിരി ഫോർമുല ഉപയോഗിച്ചിട്ട് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുന്നതും ഈ ഒറിജിനും സ്കെയിലും ചേഞ്ച് ചെയ്തിട്ട് പുതിയ യുവും വിയും വെച്ചിട്ട് കാണുന്ന കോറിലേഷൻ കോഎഫിഷ്യന്റും തുല്യമായിരിക്കും എന്നാണ് ഈ പ്രോപ്പർട്ടി പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വലിയ വലിയ വാല്യൂസിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇങ്ങനെ ചെറുതാക്കിയ ശേഷം കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ഒറിജിൻ മാത്രം ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്കെയിൽ മാത്രം ചേഞ്ച് ചെയ്യാം. എങ്ങനെ ചെയ്താലും ഇത് രണ്ടും തുല്യമായിട്ടാണ് വരിക. അതാണ് നമ്മൾ പ്രോപ്പർട്ടി പറഞ്ഞു തരുന്നത്. അതായത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒറിജിനൽ വാല്യൂസ് എക്സും വൈയും ആണ് അല്ലേ. അപ്പം കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് ഞാൻ ആദ്യം എഴുതുന്നത്. അതെന്താണ്? RXY. നമ്മൾ സാധാരണ R എന്നാണ് എഴുതുന്നത്. ഇവിടെ യുവും വിയും ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ RXY എന്ന് ഇവർക്ക് കൊടുക്കുന്നു. എന്താ RXYയുടെ ഫോർമുല? RXY ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു ഒറിജിനൽ ഫോർമുലയാണ് ഞാൻ എഴുതുന്നത്. സമ്മേഷൻ I ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ ഇൻറ്റു yi മൈനസ് y ബാർ. ദിസ് ഇസ് കോവേരിയൻസ് ഓഫ് xy ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് x, ദറ്റ് ഈസ് 1/n ഇൻറ്റു സമ്മേഷൻ I ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇതാണ് വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഒറിജിനൽ ഫോർമുല. ആൻഡ് ഇവിടെ 1/n ഇൻറ്റു സമ്മേഷൻ I ഇസ് ഈക്വൽ ടു 1 to n വേരിയൻസ് ഓഫ് y ആണ്. അപ്പോൾ yi മൈനസ് y ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ടാണ്, നമ്മൾ ഒറിജിനൽ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ തിയറൊക്കെ പ്രൂവ് ചെയ്യുന്നത്. മറ്റേ ഫോർമുല നമ്മൾ കാൽക്കുലേഷൻ പർപ്പസിനാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതാണ് നമുക്കറിയാം RXY എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാനിനി എക്സിനെയും വൈനെയും മാറ്റാൻ പോവുകയാണ്. അതിനെ യുകളായിട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ലെറ്റ് യു ഇസ് ഈക്വൽ ടു എക്സ് എന്ന് നേരത്തെ ചെയ്ത മാതിരി ഒരു കോൺസ്റ്റന്റ് എ മൈനസ് ചെയ്യുന്നു, മറ്റൊരു കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഞാൻ യു എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന് ഒറിജിൻ ചേഞ്ച് ചെയ്തു, സ്കെയിലും ചേഞ്ച് ചെയ്തു. എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ ബി. ആൻഡ് ബി ഇസ് ഈക്വൽ ടു നമ്മൾ എടുക്കാൻ പോകുന്നത് വൈനുള്ള മാറ്റമാണ്. വൈ മൈനസ് സി ഡിവൈഡഡ് ബൈ ഡി. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ യു ഐകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓരോ യു ഐകളും xi മൈനസ് എ ബൈ ബി അങ്ങനെ മനസ്സിൽ എഴുതാം. ആൻഡ് ഓരോ വി ഐകളും എന്താണ്? yi മൈനസ് സി ബൈ ഡി. അപ്പോൾ അത് നമ്മൾ ഒറിജിനും സ്കെയിലും ചേഞ്ച് ചെയ്തു അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ RUV ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ യു ബാർ ഒക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് യു ബാർ എന്താണ് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് യു ബാർ? എക്സ് ബാർ എന്താണ്? എക്സുകളുടെ അർത്തമാറ്റിക് മീൻ, ദറ്റ് ഈസ് 1/n സമ്മേഷൻ xi അല്ലേ. അപ്പോൾ യു ബാർ എന്തായിരിക്കും? ഇറ്റ് ഈസ് 1/n സമ്മേഷൻ ui. ഇതെന്താ കിട്ടുന്നത് നോക്കാം.
ദിസ് ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു സമ്മേഷൻ യു ഐ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഐ മൈനസ് എ ഡിവൈഡഡ് ബൈ ബി. ബി ഇസ് എ കോൺസ്റ്റന്റ് അല്ലേ, അത് സമ്മേഷൻ ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചു. ദറ്റ് ഈസ് 1/n ഇൻറ്റു 1/bനെ ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചു. അപ്പോൾ സമ്മേഷൻ എക്സ് ഐ മൈനസ് സമ്മേഷൻ എ, നമുക്ക് സമ്മേഷൻ രണ്ടിനും കൊടുക്കാം. സമ്മേഷൻ എക്സ് ഐ മൈനസ് സമ്മേഷൻ എ എന്ന് കൊടുത്തു അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു 1/b ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ മൈനസ് സമ്മേഷൻ എ. എ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. ഐ അതിന് n ടൈംസ് ആണ് ആഡ് ചെയ്യുക. ഐ ഇസ് ഈക്വൽ ടു 1 to n ആണ് നമ്മൾ എടുക്കുക. അതിന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദിസ് ഇസ് ആക്ച്വലി ഐ ഇസ് ഈക്വൽ ടു 1 to n അല്ലേ, ഐ ഇസ് ഈക്വൽ ടു 1 to n ആണ്. അപ്പോൾ n a എന്ന് വരും, ഐ ഇസ് ഈക്വൽ ടു 1 to n അല്ലേ. ഈ എന്നിന് രണ്ടു പേർക്കും കൊടുക്കുക. അപ്പോൾ 1/b ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ ബൈ എൻ മൈനസ് എൻ എ ഡിവൈഡഡ് ബൈ എൻ. ദിസ് ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് സമ്മേഷൻ എക്സ് ഐ ബൈ എൻ, അല്ലെങ്കിൽ 1/n സമ്മേഷൻ എക്സ് ഐ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ആണ്. ദിസ് ഇസ് എക്സ് ബാർ മൈനസ് എൻ എ ബൈ എൻ. ഇതിപ്പോൾ എൻ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എ ഇവിടെ ഡിവൈഡഡ് ബൈ ബി ഉണ്ട്. അപ്പോൾ എന്താ ശരിക്കും യു ബാർ, യു ഐ എന്ന് പറയുന്നത് എക്സ് ഐ മൈനസ് എ ബൈ ബി ആണ് വെച്ചാൽ യു ബാർ എന്താണ്, എക്സ് ബാർ മൈനസ് എ ബൈ ബി ആണ്. അതേപോലെ നമുക്ക് വി ബാർ ഇതേപോലെ തന്നെ കാണാമല്ലോ. വി ബാർ എന്തായിരിക്കും, വൈ ബാർ മൈനസ് സി ബൈ ഡി ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ യു ബാർ വന്നാൽ, ഇനി എവിടെയെങ്കിലും യു ബാർ വന്നാൽ അവിടെ നമുക്ക് എന്ത് എഴുതാം, എക്സ് ബാർ മൈനസ് എ ബൈ ബി എന്ന് എഴുതാം. വി ബാർ വന്നാൽ എങ്ങനെ എഴുതാം, വൈ ബാർ മൈനസ് സി ബൈ ഡി എഴുതാം. യു ഐ വന്നാൽ എക്സ് ഐ മൈനസ് എ ബൈ ബി എന്നും വി ഐ എന്ന് വന്നാൽ വൈ ഐ മൈനസ് സി ബൈ ഡി എന്ന് എഴുതും അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ആർ യു വി ആണ് കാണാൻ പോകുന്നത്. അതായത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ യു ആൻഡ് യുവും വിയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് ഞാൻ കാണുന്നത്. ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ്മാർ തന്നെയായിട്ട് മാറും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ ഒറിജിനൽ ഫോർമുലയാണ്. ഇപ്പോൾ കോവേരിയൻസ് ഓഫ് യു വി വന്നിട്ടുണ്ടാവും. താഴെ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് യു ഇൻറ്റു റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് വി എന്ന് വന്നിട്ടുണ്ടാവും അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n യു ഐ മൈനസ് യു ബാർ. കോവേരിയൻസ് എഴുതുകയാണ്. ഇവിടെ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ബാർ എന്ന് എഴുതിയാൽ മതി. യു ഐ മൈനസ് യു ബാർ ഇൻറ്റു വി ഐ മൈനസ് വി ബാർ. താഴെ എന്ത് വരും, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് യു 1/n സമ്മേഷൻ യു ഐ മൈനസ് യു ബാർ ദ ഹോൾ സ്ക്വയർ. ഇവിടെയോ റൂട്ട് ഓഫ് 1/n സമ്മേഷൻ വി ഐ മൈനസ് വി ബാർ ഹോൾ സ്ക്വയർ. അപ്പം ഇങ്ങനെയാണ് ആർ യു വി വരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 1/n ഇൻറ്റു, ഇതിനെ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും ടേംസിലേക്ക് എഴുതാം. യു ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഐ മൈനസ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് യു ബാറിനെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അതിനെങ്ങനെ എഴുതാം, എക്സ് ബാർ മൈനസ് എ ബൈ ബി എന്ന് എഴുതാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വി ഐനെ നമുക്ക് എങ്ങനെ എഴുതാം, വൈ ഐ മൈനസ് സി ഡിവൈഡഡ് ബൈ ഡി മൈനസ് വി ബാറിനെ എങ്ങനെ എഴുതാന്നാണ് പറഞ്ഞിരിക്കുന്നത്, വൈ ബാർ മൈനസ് സി ഡിവൈഡഡ് ബൈ ഡി അല്ലേ. അപ്പോൾ ന്യൂമറേറ്റർ റെഡിയായി. താഴെ ഡിനോമിനേറ്ററിൽ അതേമാതിരി എഴുതാം. ദിസ് ഇസ് 1/n ഇൻറ്റു സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n ഉണ്ട്. യു ഐ ക്യാൻ ബി റിട്ടേൺ ആസ് എക്സ് ഐ മൈനസ് എ ബൈ ബി മൈനസ് യു ബാർ ഇസ് എക്സ് ബാർ മൈനസ് എ ബൈ ബി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ്, ഇവിടെയോ 1/n സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n. വി ഐയുടെ സ്ഥാനത്ത് ഞാൻ ആരെ എഴുതാൻ പോകുന്നത്, വൈ ഐ മൈനസ് സി ബൈ ഡി മൈനസ് വൈ ബാർ മൈനസ് സി ബൈ ഡി ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആർ യു വിനെ ഈ രൂപത്തിലാണ് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫർദർ ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആർ യു വി ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേംസിന് നോക്കാം. രണ്ടിൻ്റെയും ഡിനോമിനേറ്ററുകൾ തുല്യമല്ലേ, അപ്പോൾ അവരെ ഒന്നായിട്ട് നമുക്ക് എടുക്കാം. എക്സ് ഐ മൈനസ് എ, ഇവിടെ ഒരു മൈനസ് ആണ്, മൈനസ് ഓഫ് എക്സ് ബാർ. ഇപ്പോൾ ഈ മൈനസ് എക്സ് ബാറിനും മൈനസ് എക്കും ബാധകമാണ്. അപ്പം മൈനസ് എക്സ് ബാർ മൈനസ് ഓഫ് മൈനസ് എ ആണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ പ്ലസ് എ എന്ന് വരും ഡിവൈഡഡ് ബൈ ബി അല്ലേ. അതുമാതിരി അടുത്തത് എടുക്കുമ്പോഴോ വൈ ഐ മൈനസ് സി മൈനസ് വൈ ബാർ മൈനസ് ഓഫ് മൈനസ് ആണ്, അപ്പോൾ പ്ലസ് സി എന്ന് വരുന്നു
whole divided by d divided by root of 1 by n into summation I is equal to 1 to n xi minus a minus x bar plus a. കാരണം മൈനസ് ഓഫ് മൈനസ് വന്നതുകൊണ്ട് തന്നെ ഡിവൈഡഡ് ബൈ ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 by n summation I is equal to 1 to n yi minus c minus y bar plus c by d the whole square. ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ മൈനസ് എയും പ്ലസ് എയും ക്യാൻസലായി, അതുമാതിരി മൈനസ് സിയും പ്ലസ് സിയും ക്യാൻസലായി അല്ലേ. അതുമാതിരി ഇവിടെ നോക്കുമ്പോഴും മൈനസ് എ പ്ലസ് എ മൈനസ് സി പ്ലസ് സി അവരെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. അപ്പോൾ ബാക്കി എന്താ അവിടെ ഉണ്ടാവാൻ പോകുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു 1 by n ഇൻറ്റു സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഇൻറ്റു yi മൈനസ് y ബാർ. താഴെ ഒരു ബിയും ഉണ്ട് ഒരു ഡിയും ഉണ്ട് അല്ലേ. അപ്പോൾ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ ഇവിടെ റൂട്ട് ഓഫ് ഇവിടെ വരാൻ പോകുന്നത് 1 by n ഇൻറ്റു സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. താഴെ ഒരു ബിയും ഉണ്ട് സ്ക്വയറിൻ്റെ ഉള്ളിൽ, അപ്പോൾ ബൈ ബി സ്ക്വയർ നമുക്ക് എടുക്കാം. അതുമാതിരി റൂട്ട് ഓഫ് 1 by n ഇൻറ്റു സമ്മേഷൻ yi മൈനസ് y ബാർ ദ ഹോൾ സ്ക്വയർ. താഴെ ഒരു ഡി ഉണ്ട് സ്ക്വയറിൻ്റെ ഉള്ളിൽ, അതിനെ ഞാൻ പുറത്തേക്ക് ഡി സ്ക്വയർ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു ബി സ്ക്വയറും ഡി സ്ക്വയറും ഉണ്ട് അല്ലേ. അവർ രണ്ടുപേരും എവിടെയാണ് കിടക്കുന്നത്? ഈ റൂട്ടുകളുടെ ഉള്ളിലല്ലേ. അപ്പോൾ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇവരെന്തായി? ബി ഇൻറ്റു ഡി ആയിട്ട് തന്നെ വരും അല്ലേ. ബിയും ഡിയും തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആളെ പുറത്തേക്ക് എടുത്താൽ ഇവിടെ എന്ത് വരും? ബി ഇൻറ്റു ഡി. നമുക്കതൊന്ന് എഴുതാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു അത് ആർ യു വി ആണ് ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. ദറ്റ് ഈസ് 1 by n ഇൻറ്റു സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എഴുതണേ. xi മൈനസ് എക്സ് ബാർ ഇൻറ്റു yi മൈനസ് y ബാർ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി. അതുമാതിരി ഡിവൈഡഡ് ബൈ അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെയുള്ള ബി സ്ക്വയറും ഇവിടെയുള്ള ഡി സ്ക്വയറിനെയും ഞാൻ ഈ റൂട്ടിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ 1 by b ഇൻറ്റു ഡി അല്ല വരിക, 1 by b സ്ക്വയർ ഇൻറ്റു 1 by d സ്ക്വയർ ആണ് റൂട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഒരു റൂട്ടിൻ്റെ പുറത്തേക്ക് കിടക്കുമ്പോൾ 1 by b ഇൻറ്റു 1 by d. അപ്പോൾ 1 by b d എന്ന് പറഞ്ഞാണ് പുറത്തേക്ക് വരും. 1 by b d ഇൻറ്റു റൂട്ട് ഓഫ് 1 by n ഇൻറ്റു സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഐ ഇസ് ഈക്വൽ ടു 1 to n. അടുത്തത് റൂട്ട് ഓഫ് 1 by n ഇൻറ്റു സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n yi മൈനസ് y ബാർ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അല്ലേ. അപ്പം നമുക്ക് ഈ 1 by b d ഈ പിന്നെ ബൈ ബി ഡി എന്ന് പറഞ്ഞാൽ രണ്ട് ടേമുകൾ, ആ ബിയും ഡിയും ഉള്ള ടേമുകൾ ക്യാൻസലായിപ്പോയി. അപ്പോൾ എല്ലാം ക്യാൻസൽ, അതായത് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഒറിജിനും സ്കെയിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന കോൺസ്റ്റന്റുകളെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ ക്യാൻസലായി പോവുക ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു 1 by n ഇൻറ്റു സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ ഇൻറ്റു yi മൈനസ് y ബാർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 by n ഇൻറ്റു സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 by n ഇൻറ്റു സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n yi മൈനസ് y ബാർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇതെന്താ സംഭവം? ദിസ് ഇസ് ആർ എക്സ് വൈ, എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് അല്ലേ. അപ്പോൾ ആർ യു വി എന്ന് പറയുന്നത് ഒറിജിനും സ്കെയിലും ചേഞ്ച് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂസ് ഉണ്ടല്ലോ, അവരുടെ കോറിലേഷൻ കോഎഫിഷ്യന്റുകളും അതല്ലാതെ ഡയറക്റ്റ് വാല്യൂസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന കോറിലേഷൻ കോഎഫിഷ്യന്റുകളും തുല്യമാണ്. അപ്പം വലിയ വലിയ വാല്യൂസ് വരുന്ന കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനുള്ള ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ രൂപത്തിലേക്ക് മാറ്റിയ ശേഷം കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാം. വാല്യൂസിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതാണ് ഈ